ഹലോ എഞ്ചിനീയേഴ്സ്. അപ്പോൾ നമ്മുടെ LSGD AE എക്സാം പടിപടിയായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനു വേണ്ടി ഓൾറെഡി അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടാവാം, പ്രിപ്പറേഷൻ കുറച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോയ ആൾക്കാരുണ്ടാവാം, അതുപോലെ പ്രിപ്പറേഷൻ ഇനി കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഗ്രൂപ്പിലും പെട്ട ആൾക്കാർക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനെ നോക്കിക്കണ്ട് നമുക്കൊരു നല്ല ഒരു 60ൻ്റെ മേളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഇനിയുള്ള ബാക്കിയുള്ള ഒരു 4-5 മാസം കാലയളവ് കൊണ്ട് ഒരു 60ൻ്റെ മേളിലുള്ള മാർക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ആ ഒരു എക്സാമിൻ്റെ ഒരു ഏകദേശ സമയം നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് ആ ഒരു കട്ട് ഓഫ് നമ്മൾ എത്രയൊക്കെ ആയിരിക്കാം ചിലപ്പം വരാൻ സാധ്യതയുള്ളതെന്നുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ട്രാറ്റജീസ്, അതുപോലെ നമ്മുടെ ആ ഒരു ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ടൈം മാനേജ്മെൻറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എക്സാം പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നൊരു സംഭവം അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് പൊതുവേ അല്ലേ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു 2-3 ദിവസം പഠിച്ചിട്ട് തട്ടിക്കൂട്ടി അല്ലേ ആ ഒരു എക്സാം പാസ്സായി പോകുന്നു, ഒരു അത്യാവശ്യം നല്ലൊരു മാർക്കൊക്കെ സ്കോർ ചെയ്ത് പോകുന്നൊരു സിസ്റ്റമാണ് എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഉള്ളത്. പക്ഷേ PSCൻ്റെ കാര്യത്തിൽ ഒരിക്കലും ആ ഒരു അപ്രോച്ച് കൊണ്ട് നമ്മൾ ഇവിടെ എത്താൻ പോകുന്നില്ല. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പല സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. പല സബ്ജക്റ്റുകൾ ആ ഒരു ജസ്റ്റ് ഒരു 1.5 hour കൊണ്ട് നമുക്ക് എല്ലാം തന്നെ റിലേറ്റ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും കണ്ട് എല്ലാത്തിൻ്റെയും ആൻസർ കണ്ടുപിടിച്ച് അല്ലേ എല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന മേജർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ഒരു ഷിഫ്റ്റിംഗ്, ഒരു സബ്ജക്റ്റിൽ നിന്ന് വേറെ സബ്ജക്റ്റിലേക്കുള്ള ഷിഫ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കൺസെപ്റ്റുകൾ ഓർമ്മയിൽ നിൽക്കാതെയൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. സോ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഈ പറയുന്ന ഒരു 4-5 മാസം നമുക്ക് പൊതുവേ ആ ഒരു എക്സാമിൻ്റെ ആ ഒരു ഷെഡ്യൂള് നമ്മുടെ PSC ഇട്ടത് എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ഒരു 3 മാസത്തിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാനാണ് PSC പറഞ്ഞത്. അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2024 AE ഹാർബർ എക്സാം നടന്നത് ജൂലൈയിലായിരുന്നു. അതുപോലെ അതിന് മുന്നേയുള്ള അത് പൊതുവേ നമ്മുടെ PSC AE ലെവൽ കുറച്ച് ഗ്ലാമറസ് ആയിട്ടുള്ള എക്സാംസ് ഒക്കെ തന്നെ നടക്കുന്നത് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് ജൂലൈയിൽ തന്നെ. അതിന് മുന്നേ നടന്ന നമ്മുടെ AE PWD ഇറിഗേഷൻ, അതുപോലെ പോളി ലെക്ചർ എക്സാം, അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ഒക്കെ തന്നെ നടന്നത് ജൂലൈയിലാണ്. അതുപോലെ അതിന് മുന്നത്തെ വർഷം നടന്ന നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു എക്സാം, അത് ജൂൺ ലാസ്റ്റ് ആയിരുന്നു. എന്നാൽ അത് ഏകദേശം ആ ഒരു ജൂലൈൻ്റെ ഒരു ടൈം സ്പാൻ നമുക്ക് ഒന്ന് കണക്കാക്കാം അല്ലേ. അപ്പോൾ പൊതുവേ ആ ഒരു പാറ്റേൺ PSC നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം നമ്മുടെ LSGD എക്സാം മിക്കവാറും നമുക്ക് ജൂലൈയിൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പം നമുക്കതൊരു ജൂലൈ 10 അല്ലെങ്കിൽ ഒരു 15 ടൈം സ്പാൻ തൽക്കാലം ഇപ്പം ഒന്ന് ഹോൾഡ് ചെയ്യാം അല്ലേ. ആ ഒരു ടൈം ലൈനൊക്കെ നമുക്ക് സെറ്റ് ആക്കേണ്ടതുകൊണ്ട് ഞാൻ തൽക്കാലം ഒരു ജൂലൈ 15 എന്നുള്ളൊരു ഡേറ്റ് പറയും. ഇനി ആ ജൂലൈ 15 നമുക്ക് ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അല്ലേ, നമ്മളിപ്പോൾ ഇന്ന് നമ്മുടെ മാർച്ച് പകുതിയോളായി. ഇനി ആകെ ഒരു 4 മാസമൊക്കെയാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഏപ്രിൽ പകുതി, മെയ് പകുതി, ജൂൺ പകുതി, ജൂലൈ 10, 4 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇനി ഈ 4 മാസം നമ്മൾ കറക്റ്റായിട്ട് 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം: പെർസിസ്റ്റൻ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. സോ അതായത് നിങ്ങൾ പെർസിസ്റ്റൻസ്, അതായത് എല്ലാ ദിവസവും ആ ഒരു നിതാന്ത പരിശ്രമം എന്ന് പറയും അല്ലേ. സോ നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സ്റ്റഡി നിങ്ങൾ കീപ്പപ്പ് ചെയ്യുക, എല്ലാ ദിവസവും കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓരോ ദിവസവും നിങ്ങൾ കറക്റ്റായിട്ടൊരു നിങ്ങൾ വേറെ ഒരു വർക്കൊന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒരു 8 മണിക്കൂർ സമയമെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി മാറ്റി വെക്കുക. ഇനി വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ടൈം സ്പാൻ ഒന്ന് മാറ്റുക. പക്ഷെ എന്നാലും നിങ്ങളൊരു മിനിമം ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾ ചിലവഴിക്കുക. ഒരു 4 മാസം നമ്മൾ കഷ്ടപ്പെട്ടാൽ ഇനി ബാക്കിയുള്ള ഒരു 40 വർഷം അല്ലേ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ കാലം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു അത്രയും കാലത്തേക്കുള്ള നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാൻ പോകുന്ന ഒരു എക്സാമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തൽക്കാലം ഈ ഒരു 4 മാസം കുറച്ച് ഉറക്കമൊക്കെ കുറച്ചധികം നമ്മുടെ പഠിത്തത്തിലേക്ക് മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം നമുക്ക് നല്ല സുലഭമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ ആ എക്സാം ഫോക്കസ് ആക്കിയിട്ട് തന്നെ, ആ എക്സാം മാത്രമായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. ബാക്കി കുറേ കല്യാണങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഉത്സവങ്ങളോ അതുപോലെ പല ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ നിങ്ങൾ തൽക്കാലം ഈ ഒരു 4 മാസത്തേക്ക് മാറ്റി വെക്കുക അല്ലേ. സ്വന്തം കല്യാണമാണെങ്കിൽ മാത്രം പോയി അറ്റൻഡ് ചെയ്യുക, ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുക അല്ലേ. അപ്പോൾ ആ ഒരു ഫോക്കസ് വളരെ ആവശ്യമാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൊതുവെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു 3-4 ദിവസമായിരിക്കും ചിലപ്പോൾ ആ ഒരു പരിപാടി ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും തിരിച്ച് ഈ ഒരു പ്രിപ്പറേഷൻ്റെ ട്രാക്കിലേക്ക് വരാൻ നമുക്ക് കുറച്ചും കൂടി സമയം എടുക്കും. അതുകൊണ്ട് മേ ബി ഒരു ആഴ്ച മൊത്തമൊക്കെ ചിലപ്പോൾ നമുക്കവിടെ നഷ്ടപ്പെടാം അല്ലേ.
സോ അതുകൊണ്ട് ആകെ നമുക്ക് കയ്യിലുള്ള ഒരു 120 ദിവസത്തിൻ്റെ അന്ന് ഒരു 10 ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ കുറേ ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ പഠിച്ചു, കുറേ ആൾക്കാർ നമ്മളെക്കാളും മുകളിൽ റാങ്ക് എത്തുന്ന സിറ്റുവേഷനിലേക്ക് അവിടെ പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ആ ഒരു 4 മാസക്കാലം മൊത്തമായിട്ട് നിങ്ങളുടെ എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. ട്രിപ്സൊക്കെ പ്ലാൻ ചെയ്യണം, അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കുക. എല്ലാം നമുക്ക് അടുത്ത വർഷം ഒന്നും കൂടി സൂപ്പറായിട്ട് അല്ലേ, ഉറപ്പായിട്ടൊരു ജോലി നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി പോയിട്ട് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ്, അതായത് ആ ഒരു എക്സാമിൻ്റെ ഡേറ്റ് എപ്പോഴാണ്, ഒരു ജൂലൈ പകുതി നമുക്ക് തൽക്കാലം ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനി നമ്മൾ കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ 2021 നടന്ന LSCD AE എക്സാമിൻ്റെ കട്ട് ഓഫ് നടന്നത് 48.67 ആയിരുന്നു. അത് ബേസിക്കലി അതിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരുപാട് എക്സാംസ് ഒരുമിച്ച് ഒരു 7ഓളം എക്സാംസ് ഒരുമിച്ച് നടന്ന ഒരു എക്സാം ആയിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ KSEB എക്സാം ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ KTDCൻ്റെ ഒക്കെ ഈ എക്സാംസ് ഒക്കെ ആ ഒരു സെയിം എക്സാമിൻ്റെ അകത്തുനിന്നാണ് ലിസ്റ്റ് ഇട്ടത് അല്ലേ. സോ ഈ 48.67 എന്ന് പറയുന്നത് ഏകദേശം 700 ആൾക്കാരോളം വന്ന ഒരു ലിസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കട്ട് ഓഫ് ആയിരുന്നു. അതേ എക്സാമിന് നമ്മുടെ KSEB AE ലിസ്റ്റ് ഇട്ട സമയത്ത് ഏകദേശം ഒരു 200ൻ്റെ അടുത്ത് ആൾക്കാർ വന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ അകത്ത് വന്ന കട്ട് ഓഫ് 51.33 ആയിരുന്നു. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ആ ഒരു 2.67 മാർക്സിൻ്റെ ഇടയിലാണ് ഇത്രയും അല്ല, ഒരു ഏകദേശം 500 ആൾക്കാരോളം വന്നത് ആ ഒരു 2.67 മാർക്കിൻ്റെ അകത്താണ്. അപ്പോൾ പൊതുവേ ഒരു കട്ട് ഓഫ് നിങ്ങൾ നോക്കണം, ഏതൊരു എക്സാമിൻ്റെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ആ ഒരു കട്ട് ഓഫിന് തൊട്ട് മേളിലായിട്ടായിരിക്കും കുറേ ആ ഒരു ബൾക്ക് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകും. ആ കട്ട് ഓഫിനേക്കാൾ ഒരു 5 മാർക്കോ നിങ്ങൾ കൂടുതൽ സ്കോർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ടോപ്പ് ഒരു 50 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 100ൻ്റെ അകത്തെങ്കിൽ ഉറപ്പായിട്ട് വരാൻ പറ്റും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അഡ്വൈസ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ പണ്ടത്തെ ആ ഒരു അനലൈസ് നടത്തി. ഇനി ഭാവിയിൽ എങ്ങനെ ആയിരിക്കാം, ഞാൻ ഈ LSCDൻ്റെ എക്സാം ആ ഒരു 2021 നടന്ന എക്സാമിൻ്റെ കേസ് കൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എക്സാംസ് ഒക്കെ AE PW ഇറിഗേഷൻ ആയാലും അതിൻ്റെയും ആ ഒരു കട്ട് ഓഫ് വന്നിരിക്കുന്ന ആ ഒരു 52 അറൗണ്ടാണ്. സോ യൂഷ്വലി നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഒന്ന് കൂടുന്നതുകൊണ്ട് നമ്മുടെ ആ കട്ട് ഓഫ് പൊതുവേ ഒരു AE എക്സാമിന് ആ ഒരു 50-55 റേഞ്ചിൽ തന്നെയാണ് യൂഷ്വലി നമ്മൾ കാണാറ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റേഞ്ച് തന്നെ കീപ്പ് ചെയ്യാണെന്നൊരു അസംഷനിൽ നമ്മളൊരു 55 അസ്യൂം ചെയ്യാം അല്ലേ. സോ നിങ്ങളൊരു 60 വാങ്ങുകയാണെങ്കിൽ AE എക്സാമിൻ്റെ കേസ് ആയതുകൊണ്ട് ഒരു 60 ഒക്കെ വാങ്ങിയാൽ അത്യാവശ്യം ഒരു നല്ല മാർക്കായിരിക്കും. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ വരുന്ന ടാർഗറ്റ് 60 ആണ്. നമുക്ക് ബാക്കി ഡിസ്കഷൻ്റെ ഇടയിൽ അത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിക്കാം. സോ തൽക്കാലം നമ്മൾ പറയുന്ന ആ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 60 മാർക്സ് ആണ്. ഇനി ആ 60 മാർക്കിലേക്ക് എത്തണം, ഉറപ്പായിട്ട് ആ 60 മാർക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വലിയ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റാങ്ക് ഏതൊരു AE എക്സാമിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ. ഇനി നമ്മൾ ഈ പറയുന്ന 60 മാർക്കിലേക്ക് എത്താൻ വേണ്ടി, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി റിവിഷൻ സ്റ്റേജിലെത്തിയ ആൾക്കാരുണ്ടാവാം, അതുപോലെ ഓൾറെഡി കുറച്ച് പ്രിപ്പയർ ചെയ്തൊരു പകുതിക്ക് എത്തിയ ആൾക്കാരുണ്ടാവും, അതുപോലെ ഇനി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ കേസ് ഞാൻ പറയുന്നത് നിങ്ങളുടെ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്യാം. അതായത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ഒന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ആ ഒരു ഓർഡറിൽ പറയാം. അപ്പോൾ നിങ്ങൾ റിവിഷൻ എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാർ അതിൻ്റെ ആ ഒരു നമ്പർ ഒന്ന് പകുതിയാക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിനനുസരിച്ച് ഒന്ന് കുറക്കാം, ആ നമ്പർ ഓഫ് ഡേയ്സ് കുറക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്ന കേസ്, നമ്മൾ പഴയ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ച സബ്ജക്റ്റ് RCC ആയിരുന്നു, 15 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ എൻവയറൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. അതിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പൊതുവേ ഈ എക്സാംസിന് നമ്മൾ ആദ്യം തന്നെ റെലവൻസ് കൊടുക്കുന്നത് ഹൈവേ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹൈവേന്ന് ഒരു 6-7 മാർക്ക് ഉണ്ടാവാറുണ്ട്, റെയിൽവേൻ്റെ അകത്തുനിന്ന് ഒരു 1-2 മാർക്കും, അതുപോലെ എയർപോർട്ടിൻ്റെ അകത്തുനിന്നും ഒരു 1-2 മാർക്കാണ് ഉണ്ടാവുക അല്ലേ. സോ അതുകൊണ്ട് ആ കമ്പൈൻലി ട്രാൻസ്പോർട്ടേഷന് 10 മാർക്ക്. സോ ഈ 4 സബ്ജക്റ്റ് പഠിച്ചാൽ തന്നെ അവിടെ 45 മാർക്ക് അല്ലേ. സോ RCC പ്ലസ് സ്റ്റീലാണ് ബേസിക്കലി ആ ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് വേണ്ടി 20 മാർക്കിന് എന്നുള്ള ഒരു രീതിയിൽ സിലബസിൽ വരാറ്. എന്നാലും RCCക്കാണ് പൊതുവേ അതിൻ്റെ അകത്ത് വളരെ കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവുക. 15 മാർക്കിനടുത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് നമുക്ക് ആ ഒരു കൺഫർമേഷൻ്റെ സമയത്ത് ഫൈനൽ സിലബസ് വരുന്ന സമയത്ത് നമുക്കത് ഉറപ്പിക്കാം. അതുകൊണ്ട് ഏകദേശം നമ്മൾ ആ ഒരു പാറ്റേൺ തന്നെ PSC കീപ്പ് ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് പോവാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ 45 മാർക്കിൻ്റെ സബ്ജക്റ്റ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു 45 മാർക്കിന് ഒരു ദിവസത്തിന് 1 മാർക്കിനുള്ള കണക്കിൽ ഒരു 45 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഇത് ഞാനൊരു മാർച്ച് പകുതിക്ക് വരുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു 45 ദിവസം എന്ന് പറയുമ്പം നമ്മളൊരു നമ്മുടെ ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ 45 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയി അല്ലേ. സോ അതുകൊണ്ട് ആ 45 ദിവസം കൊണ്ട്, അതായത് ഏകദേശം നമ്മൾ മാർച്ച് ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഒരു സബ്ജക്റ്റ് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണ്. അതായത് നമ്മൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുള്ള മാർക്ക് 60 അല്ലേ. ആ 60ൻ്റെ അകത്ത് 45 മാർക്കിന് സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, നല്ല അത്യാവശ്യം നല്ല പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക, MCQs ഒക്കെ നമ്മൾ
ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ആ രീതിയിൽ നിങ്ങൾ ആ പ്രിപ്പറേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 8 മണിക്കൂറിൻ്റെ കേസ് പറയുന്നത് ഫുൾ 8 മണിക്കൂർ പഠിക്കാനല്ല. അതായത് അതിൻ്റെ അകത്തൊരു 50 അല്ലെങ്കിൽ ഒരു 60% സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള 40% സമയത്തിൻ്റെ അകത്ത് ഒരു 10% റിവിഷന് വേണ്ടി, നമ്മൾ അന്ന് പഠിച്ച കാര്യം അല്ലെങ്കിൽ തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ബാക്കിയുള്ള 30% സമയം നിങ്ങൾ നിങ്ങൾ MCQs ചെയ്യുക. അത് SSCൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുപോലെ ഗേറ്റ് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അതുപോലെ IAS എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം അല്ലേ. അതുപോലെ നമ്മൾ പ്രീവിയസ് PSC PYQസും ചെയ്ത് നോക്കുക. ഇനി ഇതൊക്കെ കഴിഞ്ഞു, നമ്മൾ ആ 45 ദിവസം കഴിഞ്ഞു. ഇനി അതേ സമയത്ത് നമ്മൾ ഓൾറെഡി പഠിച്ച ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന ഒരു 45 ദിവസം നമുക്ക് ആവശ്യമായിട്ട് വരില്ല. മേ ബി ഒരു 5 ദിവസം കൊണ്ട് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളൊരു ടാർഗറ്റ് വെക്കുക. അതിൻ്റെ ബേസിൽ നിങ്ങൾ ഒരു 20 അല്ലെങ്കിൽ 25 ദിവസം കൊണ്ട് ഈ ഒരു എൻറ്റയർ സബ്ജക്ട്സ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക, ഒന്ന് കവർ ചെയ്ത് പോവുക അല്ലേ. ഇനി അവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, അതുപോലെ ഇക്വേഷൻ്റെ ബുക്കൊക്കെ സെറ്റാക്കി വെക്കുക. ആ ഇക്വേഷൻ്റെ ബുക്ക് നിങ്ങൾ ഭാവിയിൽ റിവിഷൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉപകരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ആദ്യം 4 പറഞ്ഞു, RCC, എൻവയൺമെന്റിൽ, ജിയോടെക്കും, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം പഠിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എളുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല, എല്ലാം തന്നെ പല വേരിയബിൾസ് അവിടെ ഉണ്ട് അല്ലേ. സോ അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് ഈ 4. സോ അതിൽ ഈ RCCൻ്റെ അകത്ത് കുറേ വാല്യൂസും കുറേ നമുക്ക് പറയുന്ന കുറേ വാല്യൂസ്, ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അതുപോലെ കുറേ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ട് അത് കുറച്ച് കാര്യമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യാം. അതുപോലെ ഈ നമ്പർ ഓഫ് മാർക്സിൻ്റെ ബേസിൽ നിങ്ങൾ ആ നമ്പർ ഓഫ് റിവിഷൻ്റെ കേസും കൂടി ഒന്ന് സെറ്റ് ചെയ്യുക. അതായത് ഒരു 15 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരു മിനിമം ഒരു 3 പ്രാവശ്യം, പറ്റിയാൽ ഒരു 5 പ്രാവശ്യം റിവൈസ് ചെയ്യുക അല്ലേ. അതേസമയത്ത് 10 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു മിനിമം ഒരു 2 ആ ഫുൾ ടോട്ടൽ റിവിഷനാണ് പറയുന്നത്. മിനിമം ഒരു 2 പ്രാവശ്യം എല്ലാം പഠിച്ചതിന് ശേഷം എക്സാമിന് മുന്നേ ഉള്ള ആ ഒരു കാലയളവിലാണ് പറയുന്നത്. സോ അത് ഒരു 2 പ്രാവശ്യം റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ പറ്റിയാൽ ഒരു 3 പ്രാവശ്യം റിവൈസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറയുന്ന ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് ടെക്നോളജി, അതുപോലെ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി പ്ലസ് കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഈ ഒരു 4 സാധനങ്ങൾ അല്ലേ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് 20 മാർക്കിനാണ് കഴിഞ്ഞ എക്സാമിന് PSC, അതുപോലെ പൊതുവേ എല്ലാ എക്സാമിനും PSC ചോദിച്ചുകൊണ്ടിരിക്കും, ഈ എക്സാംസിന് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 45 + 20 അപ്പം തന്നെ നമുക്ക് 65 മാർക്കായി അല്ലേ. നമ്മളത് ഇവിടെ അത്ര അധികം നമ്പർ ഓഫ് സബ്ജക്റ്റ് പഠിച്ചിട്ടുമില്ല, ഏകദേശം ഒരു 65 മാർക്കിൻ്റെ സാധനങ്ങൾ നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുകയാണ്, ഒരു 80% ആക്യുറസി നമുക്ക് അതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഏകദേശം കട്ട് ഓഫിൻ്റെ മുകളിലേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇപ്പം തന്നെ കൈവരിക്കാൻ പറ്റി അല്ലേ. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത് ഞാൻ പറയുന്നു, ആ ഒരു 20 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഫുൾ തിയറിയാണ്, അത്ര വലിയ ഒരു കോംപ്ലക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളൊരു 15 ദിവസം കൊണ്ട് പഠിക്കുക. പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാർ അതിനാണ് ഒരു 5 അല്ലെങ്കിൽ ഒരു 8 ദിവസം കൊണ്ട് അതൊന്ന് കാര്യമായിട്ട് റിവൈസ് ചെയ്യാം അല്ലേ. അപ്പം നമ്മളൊരു മെയ് പകുതി ആകുമ്പോഴത്തേക്ക് തന്നെ എന്ത് സംഭവിച്ചു, നമുക്ക് 65 മാർക്കിൻ്റെ എക്സാംസ് അല്ലേ. 65 മാർക്ക്, നമ്മുടെ ആ ഒരു 65 മാർക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടി. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾ കുറേ റിവിഷൻ ഡേയ്സും പ്ലാൻ ചെയ്യുക. ഇടയ്ക്ക് ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസം റിവിഷൻ, ആ ഒരു മുന്നേ പഠിച്ച 10 ദിവസത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കീപ്പ് ചെയ്യാം. ഇനി ഈ പറഞ്ഞ മെയ് പകുതിക്ക് ശേഷം അങ്ങോട്ടേക്ക് നമ്മൾ പറയുന്നു ജൂലൈ പകുതിക്കാണ് എക്സാം എന്നാണ് നമ്മുടെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഒരു ടാർഗറ്റ് അല്ലേ. നമ്മൾ വെച്ച ടാർഗറ്റ് അതാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള 1 മാസം കൊണ്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം, അതായത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, അതായത് പൊതുവേ എല്ലാം 5 മാർക്കിൻ്റെ സബ്ജക്റ്റുകളാണ് അല്ലേ. അതുപോലെ എസ്റ്റിമേഷൻ ഉണ്ട്, സർവേ ഉണ്ട്, നമ്മുടെ സ്റ്റീൽ ഉണ്ട്, അതുപോലെ സ്ട്രക്ചർ അനാലിസിസ് ഉണ്ട്, ഇറിഗേഷൻ പ്ലസ് ഹൈഡ്രോളജി, വാട്ടർ റിസോഴ്സ് അല്ലേ. സോ ഇതൊക്കെ തന്നെ നമുക്ക് 5 മാർക്ക് വീതം വെച്ച് തരുന്ന ആ സബ്ജക്റ്റുകളാണ്. സോ അതൊക്കെ നിങ്ങൾ അതിന് ശേഷമുള്ള ആ ഒരു മാസ കാലയളവിൽ പഠിക്കാൻ ശ്രമിക്കുക. അത് ഒന്ന് കൂടി പോലെ ഒരു 35 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ സോമും അതുപോലെ FM-നും മാത്രം കുറച്ചധികം സമയം കൊടുക്കുക, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ച് എടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. സോ ഇനി ഇൻ കേസ് ആ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ നമ്മളൊരു ജൂൺ 20 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ 100 മാർക്ക് കവർ ചെയ്തു. ഇനി ആ ഒരു ജൂൺ 20 ആകുമ്പോൾ ഇൻ കേസ് നമുക്ക് ആ ഒരു ഡേറ്റ് ജൂലൈ 15 തന്നെ ആണെങ്കിൽ അതിലിനി കൂടുതൽ അപ്പോഴേക്ക് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല, ഒരു കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് എക്സാം എപ്പോഴാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് അപ്പോഴത്തേക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. സോ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ നമ്മൾ ആ ഒരു ടൈമിൻ്റെ ബേസിൽ പോയാൽ മതി. ഇനി നമ്മൾ ഇനീഷ്യലി പറയുന്ന ഡേറ്റിൻ്റെ ബേസിൽ ജൂലൈ 15 ആണ്, അതുകൊണ്ട് നമുക്കിനി അത്ര ദിവസമില്ല. അതുകൊണ്ട് ജൂൺ 20 ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിക്കുന്ന പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന സാധനങ്ങൾ ഇനി നിർത്തിവെക്കുക. ഇനി പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് ഒരു 5-10 മാർക്കിന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മിസ്സായി പോവുകയാണെങ്കിൽ ഒരു 5 മാർക്ക് അല്ലെങ്കിൽ ഒരു 10 മാർക്ക് മാക്സിമം അത്രയും മാത്രം നിങ്ങൾ ഒഴിവാക്കാൻ പാടുള്ളൂ. മിസ്സായി പോവുകയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളിനി അത് പഠിക്കാൻ നമുക്ക് റിവിഷൻ്റെ സമയമാണ് അവിടെ നഷ്ടപ്പെടുക അല്ലേ. സോ അതുകൊണ്ട്
ജൂൺ 20 മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നിൽക്കരുത്. ഓൾറെഡി പഠിച്ച സാധനങ്ങൾ ഷോർട്ട് നോട്ട്സ് എടുത്ത് നോക്കുക, നിങ്ങളുടെ എന്താണ് റിവിഷൻ നോട്ട്സ് അല്ലേ, ആ ഒരു ഇക്വേഷൻ നോട്ടൊക്കെ എടുത്ത് നോക്കുക. അതൊക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ വീണ്ടും ഒന്ന് മറിച്ച് നോക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു, IASന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം ആ ഒരു ജൂലൈ 15 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ആ ഒരു അല്ലേ ഞാൻ പറഞ്ഞ ആ ഒരു 90 മാർക്ക് സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു. ഇൻ കേസ് ഒരു കുറച്ച് മാർക്ക് നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ ആ 90 മാർക്ക് സബ്ജക്റ്റ് പഠിച്ച് അതിൻ്റെ റിവിഷൻ നടത്തി അതിൻ്റെ അകത്തൊക്കെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഈ പറഞ്ഞ 60 മാർക്കിൻ്റെ കേസ് ഇനി അതിലേക്ക് വേണ്ടിയുള്ള വേറെ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അത് നമുക്ക് അതിലേക്ക് പോവാം. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. സബ്ജക്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആദ്യം പഠിക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ് അതാണ്, നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെ ആ ഒരു മൈൽ സ്റ്റോൺ അറ്റൈൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബേസിക്കലി അവിടെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് തരുന്നത്. സോ ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഷോർട്ട് നോട്ട്സ് അല്ലെ ആ ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു മാർക്കിലേക്ക് ഈ പറയുന്ന അതായത് ഒരു സാധാരണ കുറേ ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് എങ്ങനെ വേറിട്ട് നിൽക്കാന്നുള്ള ആ ഒരു ഐഡിയ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സും നമ്മുടെ എന്താണ് ആ ഇക്വേഷൻ നോട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എല്ലാ ദിവസവും എടുത്ത് മറിച്ച് നോക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ആ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ റിവൈസ് ചെയ്ത് നോക്കുന്നുണ്ടാവും അല്ലേ. സോ അത് കുറച്ചും കൂടി ഒന്ന് കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അതായത് നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു കടയിലേക്കോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്കോ നടക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നടക്കുമോ അല്ലെങ്കിൽ മേ ബി വണ്ടിയിലൊക്കെ പോകുന്ന ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ. സോ അവിടെ നിങ്ങൾ ഒരാഴ്ചക്ക് ഇടക്കോ അല്ലെങ്കിൽ ഒരു 10 ദിവസമോ കഴിഞ്ഞിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അയാളെ നിങ്ങൾക്ക് വലിയൊരു ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. അതേ സമയത്ത് നിങ്ങൾ ആ പോകുന്ന വഴിക്ക് എല്ലാ ദിവസവും കാണുന്ന ഒരാളാണെങ്കിൽ അയാളെ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ കാണുമ്പോൾ നമുക്ക് നല്ല ഓർമ്മ വരും. സോ അതായത് ഇന്ന് രമേശ് ആട്ടനോ അല്ലെങ്കിൽ സുരേഷ് ആട്ടനോ അയാളാണെന്നുള്ള രീതിയിൽ ഒരു ഓർമ്മ നിങ്ങൾക്ക് അവിടെ വരും അല്ലേ. സോ ആ ഒരു സെയിം കാര്യമാണ് നമുക്ക് പഠിപ്പിൻ്റെ കാര്യത്തിൽ അവിടെ കൊണ്ടുവരേണ്ടത്. സോ ഞാൻ പറഞ്ഞു നിങ്ങൾ റിവൈസ് ചെയ്യണം, നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതണം, നിങ്ങൾ ഇക്വേഷൻ ബുക്ക് ഉണ്ടാകണം, അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പൊതുവേ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് തന്നെ പോയിട്ട് എപ്പോഴും തുറന്ന് നോക്കുന്നു അല്ലേ. സോ ആ ഒരു രീതിയിൽ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ മേ ബി ഒരു 10 ദിവസത്തിന് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു 20 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ഇക്വേഷനോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ വീണ്ടും കാണുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ എക്സാമിന് ചോദിക്കുമ്പോൾ ചിലപ്പം അത് തന്നെയാണോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ളതാണോ നമുക്കുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്റ്റിക്കി നോട്ട്സോ അല്ലെങ്കിൽ ജസ്റ്റ് പേപ്പറിൻ്റെ അകത്തൊക്കെ ആ കാര്യങ്ങൾ എഴുതി നിങ്ങൾ ചുമരിൽ ഒട്ടിച്ച് വെക്കുക അല്ലേ. ചുമര് കുറച്ച് വൃത്തികേടാക്കുക, തൽക്കാലം കുഴപ്പമില്ല, നമുക്ക് എക്സാമിൻ്റെ ഇടയിൽ ആ ഒരു കാര്യം ആവശ്യമാണ്. ഇനി വീട്ടുകാർ പറയുകയാണെങ്കിൽ ഈ ചുമരിങ്ങനെ വൃത്തികേടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പൈസക്ക് ആ സാധനം പെയിൻ്റ് അടിച്ച് LSD AE ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ ശമ്പളം കൊണ്ട് ഞാനത് പെയിൻ്റ് അടിച്ചിരുന്നു പറഞ്ഞാൽ മതി അല്ലേ. സോ ആ കേസിൽ നമ്മൾ ചെയ്യുന്ന കാര്യം അതായത് ഒരു എൻവയൺമെൻറ്റിൽ നിങ്ങൾ എന്താണ് ആ ഒരു റൂമുണ്ട് അല്ലെ, ഒരു ടോയ്ലറ്റിലേക്ക് പോകുന്ന വാതിലിൻ്റെ തൊട്ടപ്പുറത്ത് എൻവയൺമെൻറ്റിൽ റിലേറ്റഡ് കാര്യമാണ്, അതുകൊണ്ട് എൻവയൺമെൻറ്റിൽ അവിടെ ഒട്ടിച്ചു. അതുപോലെ പുറത്തോട്ടേക്ക് പോകുന്ന വാതിലിൻ്റെ അടുത്ത് ട്രാൻസ്പോർട്ടേഷൻ ഒട്ടിച്ചു. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് RCC ഒട്ടിക്കുന്നു. ആ ഒരു മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ആ സ്റ്റിക്കി നോട്ട്സ് ആണെങ്കിൽ അത്ര വലിയ രീതിയിൽ നമ്മുടെ ചുമരൊന്നും വൃത്തികേടാവുന്നില്ല അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ ഓരോ വഴിക്ക് പോകുമ്പോഴും എന്താണ് ആ ഓരോ സാധനം കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ നിന്നിട്ട് ആ ഒരു കാര്യമൊക്കെ ഒന്ന് വായിച്ച് നോക്കാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ്ലി പോയിട്ട് ബുക്ക് തുറന്ന് നോക്കാൻ അല്ലേ, അത് കുറച്ചും കൂടി ഒരു മടിയുള്ള ഒരു സാധനം ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ മുന്നിൽ തന്നെ കൺമുന്നിൽ തന്നെ ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പോകുന്ന വഴിക്കൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് അതിൻ്റെ അകത്തുള്ള ഇക്വേഷനൊക്കെ ഒന്ന് ഓടിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങൾ അവിടെ ചെയ്യും, ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യും അല്ലേ. സോ അതുകൊണ്ട് അത് ബേസിക്കലി എന്താണ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ആ ഒരു ഐഡിയ കണക്ട് ചെയ്യിപ്പിക്കുകയാണ്, അത് ഇടയ്ക്കിടയ്ക്ക് അവിടെ വീണ്ടും അടിച്ചേൽപ്പിക്കുകയാണ് അല്ലേ. സോ അതുകൊണ്ട് ആ ഒരു കാര്യം കറക്റ്റായിട്ട് നിങ്ങളുടെ ബ്രെയിനിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എക്സാമിന് ചോദിച്ചാലും കറക്റ്റായിട്ടാണ് ഇന്ന ചുമരിൽ ഇന്ന ഏരിയയിലുള്ള സാധനമാണ്, ആ സാധനമാണ്, അതിൻ്റെ ആൻസർ ഇതായിരിക്കും, ആ ഒരു ഇക്വേഷൻ അതാണെന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ എടുത്ത് ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങൾ കാര്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ബെസ്റ്റായിട്ട് ഈ പറഞ്ഞ അതായത് ഒരു 60 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്കിൻ്റെ മേളിൽ അതൊരു 50 സാധാരണ പഠിച്ചൊരു 50 മാർക്ക് വാങ്ങുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാർക്ക് കൂട്ടാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. ആ ഒരു റീകളക്ഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കാത്തതിൻ്റെ ഒക്കെ ഒരു കാരണമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തത്. സോ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക. ഓരോ സബ്ജക്റ്റ് ഓരോ ഏരിയാസിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് ഒട്ടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് അത് എല്ലാ ദിവസവും പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ അത് കണ്ടാലൊന്ന് നിന്നിട്ട് ഒന്ന് വായിച്ച് നോക്കുക അല്ലേ. അത് എക്സാക്ട്ലി ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല, അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോളും. അതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ബ്രെയിൻ ട്രെയിനിങ്ങിൻ്റെ കുറച്ച് പ്രോസസ്സുകൾ. അതായത് അതിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ പൊതുവേ ഒരു PSC എക്സാമിൻ്റെ കേസിൽ ടൈം മാനേജ്മെൻറ്റ് ഒരു വലിയ പ്രശ്നമാണ് അല്ലേ. പൊതുവേ ഒരു 90 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഏകദേശം 100 മാർക്കോളം നമുക്ക് അറ്റൈൻ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ എങ്ങനെ, അതായത് ബേസിക്കലി ഒരു ക്വസ്റ്റ്യന് ഒരു മിനിറ്റ് പോലും സമയം നമുക്ക് കിട്ടുന്നില്ല അല്ലേ. സോ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ അറ്റൈൻ ചെയ്തെടുക്കുക എന്നുള്ളത് അത് നിങ്ങൾ ഭാവിയിലേക്ക് വെക്കേണ്ട. അതായത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ചെയ്യുന്നു, ആ സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരു ടൈം ലൈൻ ഒരു 1.5 hour വെക്കുകയാണ്.
അതിൻ്റെ ബേസിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുള്ള രീതിയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് മുതൽ പഠിക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു കൺസെപ്റ്റ് പഠിക്കുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമല്ലോ അല്ലേ. സോ ഒരു 50 മാർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. 100 മാർക്ക് ഏതെങ്കിലും ഒരു ബുക്കൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ അടുത്ത് മിക്കവാറും ഏതെങ്കിലും MCQൻ്റെ ബുക്കൊക്കെ ഉണ്ടാവും അല്ലേ. സോ അതിൻ്റെ അകത്തുള്ള 100 മാർക്കിൻ്റെ ആ ഒരു ടോപ്പിക് എടുക്കുക, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക, അത് എക്സാക്ട്ലി ഈ പറയുന്ന ടൈമിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ പൊതുവേ ചെയ്യുന്ന കാര്യം എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നു, നിങ്ങൾ ടൈം കീപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ടൈം കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. സോ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം അതിനകത്ത് കുത്തിയിരിക്കുന്നു, അതിങ്ങനെ കുറേ ചെകഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് അവസാനം കിട്ടുന്നില്ല, അത് കുറേ റെഫർ ചെയ്യുന്നു അല്ലേ. സോ ഇതേ പ്രോസസ്സ് ചിലപ്പോൾ നിങ്ങൾ PSCയിലും വരുത്തിയേക്കാം. അതായത് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, രണ്ടാമത്തെ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട്, ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ കുറേ നേരം അതിനകത്ത് ചെകഞ്ഞ് നമ്മുടെ സമയം കളയും അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സമയം തന്നെ എന്താണ്, ആ ഒരു ട്രെയിനിങ്ങിലേക്ക് വരിക. അതായത് നമ്മൾ ആദ്യം ഒരു 50 ക്വസ്റ്റ്യൻ എടുത്തു, 50 ക്വസ്റ്റ്യൻ ആണ് ഒരു 35 കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു എന്താണ് ഒരു 1 hour 10 minutes കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. സോ അതാണ് ഐഡിയൽ. അതായത് നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ 100 മാർക്ക് ക്വസ്റ്റ്യൻ വായിച്ചെത്തേണ്ട സമയമാണ് 1 hour 10 minutes. അത് കഴിഞ്ഞ് വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നോക്കണം. സോ അതുകൊണ്ട് 1 hour 10 minutes കൊണ്ടാണ് നമ്മൾ 100 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു റൗണ്ട് നമ്മൾ ഓടിച്ച് നോക്കേണ്ട ഒരു സമയം. സോ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുക, ആ രീതിയിൽ പോകുക. അത് കഴിഞ്ഞിട്ട് മാത്രം തിരിച്ചു പോയിട്ട് ഒന്നും കൂടി 20 minutes ഒന്നും കൂടി അതൊക്കെ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഫൈനലി എന്താണ് ആ ഒരു 1.5 hours കഴിഞ്ഞാൽ മാത്രം പിന്നെ ആ അറിയാത്ത ക്വസ്റ്റ്യൻസിലേക്ക് എടുത്ത് അത് എന്തുകൊണ്ട് നമുക്ക് തെറ്റായി, എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രമിക്കുക അല്ലേ. സോ ആ ഒരു ട്രെയിനിങ്, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇനി അതുപോലെ രണ്ടാമത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു കാര്യം കൂടിയാണ്. അതായത് പൊതുവേ എല്ലാവരും പറയുന്ന ഒരു കേസാണ്, അതായത് നമ്മൾ എക്സാം പൊതുവേ നമ്മുടെ PSC എക്സാം ഒക്കെ തന്നെ എന്താണ് ഒരു 7:45 നമുക്ക് രാവിലെയാണ് പൊതുവേ ആ ഒരു ഷെഡ്യൂൾ രാവിലെ ഉണ്ടാവാറല്ലേ. സോ 7:45 മുതൽ 9:15 വരെയാണ് എക്സാം ഉണ്ടാവുക. സോ ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ നമ്മൾ പൊതുവേ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ കുറച്ച് സ്ലോ ആയിരിക്കും അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കുറച്ച് സ്ലോ ആവുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാലായിരിക്കും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്പീഡിലേക്ക് വരിക അല്ലേ. സോ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈം സ്പാനിൻ്റെ ഇടയിൽ നമ്മൾ പൊതുവേ എല്ലാ ദിവസവും ഈ പറയുന്ന 7:45-ൻ്റെയും 9:15-ൻ്റെയും ഇടയിൽ കാര്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമോ, അതായത് നമ്മുടെ ബ്രെയിനിനെ ആ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ മേ ബി വീട്ടിലിരുന്ന് പേപ്പർ വായിക്കുന്ന സമയമോ, അല്ലെങ്കിൽ ചില ആൾക്കാർ രാത്രി വരെ പഠിച്ച് രാവിലെ കിടന്നുറങ്ങുന്ന സമയം, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി ട്രാവൽ ചെയ്യുന്നൊക്കെ സമയമൊക്കെ ആയിരിക്കാം അല്ലേ. സോ അതുകൊണ്ട് ആ ഒരു ഐഡിയ ബ്രെയിനില്ല. അതായത് എനിക്ക് ഈ പറഞ്ഞ 7:45 മുതൽ 9:15 വരെ റെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്, അല്ലെങ്കിൽ എന്താണ് എൻ്റർടൈൻമെൻറ്റിൻ്റെ സമയമാണെന്നാണ് ബ്രെയിൻ ഓൾറെഡി ഐഡിയ ഉള്ളത് അല്ല. ബ്രെയിൻ ട്രെയിൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അല്ലേ. സോ അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. അപ്പം നിങ്ങൾ പറ്റിയാൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യലോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സോ അറ്റ്ലീസ്റ്റ് ആ എക്സാമിന് മുന്നേ ഉള്ള ഒരു 1-2 ആഴ്ചയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ ആ ഒരു 7:45-ൻ്റെയും 9:15-ൻ്റെയും ഇടയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. അതാ ഈ പറഞ്ഞ സെയിം ഐഡിയ, അതായത് 100 ക്വസ്റ്റ്യൻ എടുക്കുക, ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിന് 100 ക്വസ്റ്റ്യൻ എടുക്കുക. അത് ഈ പറഞ്ഞ രീതിയിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആയിട്ട് ചെയ്ത് നോക്കുക. അതല്ലാണ്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചക്ക് ഒരു 2-3 ദിവസം എങ്കിലും ആ ഒരു രീതിയിൽ ഒരു 7:45-ൻ്റെയും 9:15-ൻ്റെയും ഇടയിൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നമ്മൾ ബ്രെയിനിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കണം, ഈ 7:45 മുതൽ 9:15 വരെയുള്ള സമയം ഇങ്ങനെ പണിയെടുക്കാനുള്ള സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് നീ ഓൾറെഡി സെറ്റായിരിക്കണം, എന്നാലേ നമുക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ അല്ലേ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ ഒരു 60 മാർക്ക് എന്ന് പറയുന്നത് ബേസിക് നിങ്ങൾ കഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും 60-ൽ കൂടുതൽ മാർക്ക് വാങ്ങണം. അപ്പോൾ ഓക്കെ, ബൈ, ഓൾ ദ ബെസ്റ്റ്.